ഇതൊരു വോക്സ്വാൻ പോളോ 1.2 ടൈം ബെൽറ്റ് ആട്ടാ. കണ്ടോ പൊട്ടിയിരിക്കണോ? കണ്ടോ ഇങ്ങനെ ഇരിക്കേണ്ടതാണ്. ഇത് ഫുള്ള് കണ്ടോ പറഞ്ഞു പോയിട്ടാ. ഇത് എന്താ സംഭവിക്കാനുള്ള കാരണം എന്ന് കാണിച്ചു തരാം. ഇതിന്റെ വാട്ടർ പമ്പ് കാണണം കേട്ടോ. കണ്ടോ സാധനം ജാമായി പോയി. കറങ്ങുന്നില്ല. കണ്ടോ അനങ്ങുന്നില്ല. ഇത് പുതിയ വാട്ടർ പമ്പാണ്. ഇങ്ങനെ കറങ്ങുന്ന സാധനം കണ്ടോ, ഇത്ര ഫ്രീ ആയിട്ട് കറങ്ങുന്ന സാധനം ഇത് കറങ്ങുന്നില്ല. കണ്ടോ ജാമായി പോയിട്ട് സാധനം ഇവിടെയൊക്കെ പൊട്ടി. കണ്ടോ പീസൊക്കെ പൊട്ടി പൊളിഞ്ഞ പോലെ അത്രയ്ക്കും ജാമായി പോയി. ഇതിപ്പോ എന്ത് സംഭവം എന്ന് വെച്ചാൽ ഈ കസ്റ്റമർക്ക് നല്ല ഭാഗ്യമുണ്ട്. ഇത് വണ്ടി ഓടിച്ചിരുന്ന ആള് സൗണ്ട് കേട്ട വണ്ടി ഓഫ് ചെയ്ത് പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയില്ല. പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിരുന്നെങ്കിൽ ഇതിന് എഞ്ചിൻ പണിയേണ്ടി വന്നേനെ. ഇത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ടൈം ബെൽറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, ടൈം ബെൽറ്റ് കിറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂട്ടത്തിൽ ഈ വാട്ടർ പമ്പ് കൂടെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ കണ്ട പ്രശ്നം ഉണ്ടാവില്ല. അതായത് ടൈം ബെൽറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ഈ വാട്ടർ പമ്പ് ചേഞ്ച് ചെയ്യുക. വാട്ടർ പമ്പ് കൂടെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പണി കിട്ടൂല. കസ്റ്റമർക്ക് ഭാഗ്യമുണ്ട്. വണ്ടി ഓടിച്ച ആൾക്ക് അത്യാവശ്യം നോളജ് ഉള്ളതുകൊണ്ട് പുള്ളി അത് വേഗം വണ്ടി പിന്നെ രണ്ടാമത് സ്റ്റാർട്ടാക്കാണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഭാഗ്യത്തിന് വണ്ടിയുടെ എഞ്ചിന് പണിയൊന്നും കിട്ടിയില്ല കേട്ടോ. ഈ ടൈം ബെൽറ്റ് കിറ്റും ഈ വാട്ടറും മാറ്റി കഴിഞ്ഞാൽ വണ്ടി ഓക്കെ ആയി. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ടൈം ബെൽറ്റ് മാറുന്ന സമയത്ത് ഒരു 10,000-2000 ഇത് 2,800 റേഞ്ചൊക്കെ വരുന്നു. അപ്പൊ ആ ലാഭം നോക്കി കഴിഞ്ഞാൽ വലിയ പണി എഞ്ചിൻ വർക്കൊക്കെ ചെയ്യേണ്ട അവസ്ഥ വരും കേട്ടോ. എഞ്ചിൻ വർക്കൊന്നും അറിയാമല്ലോ, 1.5 ലക്ഷം രൂപ പൊട്ടും. അപ്പൊ അതിനേക്കാളും നല്ല ടൈം ബെൽറ്റ് ഒക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ വാട്ടർ പമ്പ് കൂടെ ഒക്കെയാണ് മാറുക കേട്ടോ. വാട്ടർ മാറിക്കഴിഞ്ഞാൽ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ.